ഹലോ, ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. വർഷങ്ങൾക്ക് ശേഷം 5-ാം ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു ചെല്ലാം. അതിനു മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരുന്ന കാര്യം പരിഗണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ആദ്യ 5 ദിവസങ്ങൾ കൊണ്ട് തന്നെ പ്രേക്ഷകരെ ഏറെ പിടിച്ചിരുത്തിയിരിക്കുകയാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ. 3 സിനിമകളാണ് ഈ ഒരു വിഷു റിലീസായി വന്നതെങ്കിൽ ആദ്യം കൊടുമ്പിരി കൊണ്ട് തന്നെയായിരുന്നു സിനിമയുടെ പോക്കെങ്കിൽ ഇപ്പോൾ ആവേശം ഒന്ന് മുന്നിൽ കയറി. പക്ഷേ ഒട്ടും പിന്നിലല്ല ഈ ഒരു സിനിമ എന്ന് ഉറപ്പിക്കാം. വലിയ താരനിരയോട് കൂടി വന്ന വമ്പൻ ബഡ്ജറ്റിൽ വന്നിരിക്കുന്ന മലയാളികളിലെ യൂത്ത് വിങ്ങിൻ്റെ 2020 എന്ന് വിശേഷിപ്പിക്കാവുന്ന വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ ഇന്ന് പ്രേക്ഷകരുടെ ഏറ്റവും പ്രിയപ്പെട്ട സിനിമയായി മാറുകയാണ്. അതിൻ്റെ ഒരു രീതി തന്നെ നമുക്ക് നോക്കുമ്പോൾ കാണാം. ഇതിൻ്റെ ഓക്യുപ്പൻസിയിൽ നോക്കുകയാണെങ്കിൽ ഇത്രത്തോളം മികച്ച 4 സിനിമകൾ ഒരുമിച്ച് ഓടുമ്പോൾ എങ്ങനെയായിരിക്കും കടുത്ത വെല്ലുവിളി വരുമ്പോൾ നമുക്കൊന്ന് കാണാൻ കഴിയുന്നു. ഇന്നും 70% മുകളിൽ ഓക്യുപ്പൻസി. പ്രണവ് മോഹൻലാൽ എന്ന ഒറ്റ പേരിൽ തന്നെ ഈ സിനിമ ആളിപ്പടർന്ന് നിൽക്കുന്നു എന്ന് തന്നെ പറയാം. 637 ഷോകൾ ട്രാക്ക് ചെയ്യപ്പെട്ടപ്പോൾ 1,15,000 ആളുകൾ ഈ ഒരു സിനിമ കണ്ടപ്പോൾ 70% ഓക്യുപ്പൻസിയിൽ 103 ഹൗസ് ഷോകളും 155 മുകളിൽ ഓൾമോസ്റ്റ് ഫുൾ ഷോകളും വന്നു. ഇന്ന് ഇതുവരെ ലഭിച്ചിരിക്കുന്നത് 1,70,00,000 രൂപയാണ്. അതായത് ഫൈനൽ ട്രാക്കിംഗ് കളക്ഷൻ പറയുന്നത് 2,25,00,000 രൂപയായിരിക്കുമെന്നുള്ളതാണ്. ആദ്യ 4 ദിവസം കൊണ്ട് 12 കോടിയോളം നേടിയ സിനിമ ഇന്ന് 15 കോടിയിലേക്ക് കേരള കളക്ഷൻ വരികയും ഇന്നത്തോടുകൂടി 40 കോടി ക്ലബിലേക്ക് കയറും എന്ന് തന്നെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. എന്താണേലും മികച്ച രീതിയിൽ തന്നെയാണ് സിനിമയുടെ ഓക്യുപ്പൻസി. എങ്ങും ടിക്കറ്റ് കിട്ടാനില്ല എന്നുള്ളൊരു കാര്യം മാത്രമാണ്. ഒരു പക്ഷേ സോളോ റിലീസൊക്കെ ആയിരുന്നുവെങ്കിൽ കഥ വേറെ രീതിയിലേക്ക് മാറിയേനെയും എന്ന് തന്നെ പറയാം. നമ്മളുടെ ഓരോ പ്രിയങ്കരായ യൂത്ത് താരങ്ങളും അവരുടെ മറ്റൊരു തലത്തിലുള്ള സിനിമയാക്കി മാറ്റിയിരിക്കുകയാണ്. ഇതൊരു ടീം വർക്കായിട്ടുള്ള സിനിമ തന്നെയാണ്. ഒരു വ്യക്തിയുടെ പേരിൽ എടുത്ത് പറയാനുള്ള സിനിമയല്ല. ഓരോരുത്തരും അവരവരുടെ ഭാഗങ്ങൾ അതിഗംഭീരമാക്കി മാറ്റിയ ഈ ഒരു സിനിമ വർഷങ്ങൾക്ക് ശേഷം നമ്മളുടെ നെഞ്ചിടിപ്പ് കൂട്ടുന്ന, നമ്മളെ ഞെട്ടിക്കുന്ന ഒരു സിനിമയായി മാറി. കാരണം നമ്മളുടെ എല്ലാവരുടെയും മനസ്സിലുള്ള സിനിമ എന്ന് തന്നെ പറയാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. ഗ്രേറ്റ് മീഡിയാസ്.